ട്രംപ് ടൈം ട്രാവലർമാരാണെന്ന് ഒരു സിദ്ധാന്തമുണ്ട്. ട്രംപിന്റെ കുടുംബ ചരിത്രത്തിൽ ടൈം ട്രാവൽ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ? മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അമ്മാവൻ ജോൺ ജി ട്രംപും ഇതിഹാസ കണ്ടുപിടുത്തക്കാരനായ നിക്കോള ടെസ്ലയും തമ്മിലുള്ള ഞെട്ടിക്കുന്ന ബന്ധം അറിയാൻ താൽപ്പര്യമുണ്ടോ? താൽപ്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായി കാണുക. ഇത് നിങ്ങൾക്ക് അറിയാത്ത ഒരു ഗൂഢാലോചന സിദ്ധാന്തമാണ്. മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നിഗൂഢ പ്രതിഭയായ നിക്കോള ടെസ്ലയുമായി ബന്ധിപ്പിക്കുന്ന ഒരു വിചിത്രമായ സിദ്ധാന്തം ഞങ്ങൾ ഇന്ന് പര്യവേക്ഷണം ചെയ്യുന്നു. മല്ലു ഡിറ്റക്റ്റീവിലേക്ക് സ്വാഗതം. മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നിക്കോള ടെസ്ല എന്ന പ്രഹേളിക പ്രതിഭയുമായി ബന്ധിപ്പിക്കുന്ന മനസ്സിനെ വളച്ചൊടിക്കുന്ന ഗൂഢാലോചന സിദ്ധാന്തം ഞങ്ങൾ ഇന്ന് പര്യവേക്ഷണം ചെയ്യുന്നു. ട്രംപിന്റെ അമ്മാവൻ ജോൺ ജി ട്രംപും ഇതിഹാസ കണ്ടുപിടുത്തക്കാരനും തമ്മിലുള്ള ആകർഷകമായ ബന്ധം പര്യവേക്ഷണം ചെയ്യുമ്പോൾ ഇവിടെ തുടരുക. അതിനാൽ നിങ്ങളുടെ ടിൻ ഫോയിൽ തൊപ്പികൾ പിടിച്ച് ഈ നിഗൂഢ യാത്രയിൽ എന്നോടൊപ്പം ചേരൂ. പ്രഗത്ഭനായ എഞ്ചിനീയറും ഭൗതികശാസ്ത്രജ്ഞനുമായ ജോൺ ജി ട്രംപ് ഡൊണാൾഡ് ട്രംപിന്റെ അമ്മാവൻ മാത്രമല്ല, സ്വന്തം നിലയിൽ ഒരു അസാധാരണ വ്യക്തിത്വമായിരുന്നു. എന്നിരുന്നാലും നിക്കോള ടെസ്ലയുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം ഗൂഢാലോചനയ്ക്ക് കാരണമാകുന്നു. നിക്കോള ടെസ്ല ഒരു ടൈം ട്രാവൽ ഉപകരണം കണ്ടുപിടിച്ചതായി അവകാശപ്പെട്ട ഒരു വിചിത്രമായ കണ്ടുപിടുത്തക്കാരനാണെന്ന് പരക്കെ അറിയപ്പെടുന്നു. എന്നാൽ ഈ കണ്ടുപിടുത്തം വെറും ഫിക്ഷനാണോ? ടൈം ട്രാവൽ നൂറ്റാണ്ടുകളായി മനുഷ്യനെ ആകർഷിച്ച ഒരു ആശയം. വൈദ്യുതകാന്തിക മണ്ഡലങ്ങളെക്കുറിച്ചുള്ള ടെസ്ലയുടെ പരീക്ഷണങ്ങൾ സമയവും സ്ഥലവും സഞ്ചരിക്കുന്നതിന്റെ രഹസ്യങ്ങൾ കണ്ടെത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചുവെന്ന് ചിലർ വിശ്വസിക്കുന്നു. 1943 നിക്കോള ടെസ്ലയെ ഒരു ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അവിടെ അദ്ദേഹത്തിന്റെ പേറ്റന്റുകളും വിവിധ സാങ്കേതിക വിദ്യകൾക്കായുള്ള ഡിസൈനുകളും ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ എല്ലാ പേപ്പറുകളും സൂക്ഷിച്ചിട്ടുണ്ടായിരുന്ന 80-ലധികം പെട്ടികൾ ഉണ്ടായിരുന്നു. ഇത് എല്ലാം US ഗവൺമെന്റ് കൊണ്ടുപോയി. ടെസ്ലയുടെ പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ സർക്കാർ നിയോഗിച്ച ശാസ്ത്രജ്ഞരിൽ ജോൺ ജി ട്രംപും ഉണ്ടായിരുന്നു. ടെസ്ലയുടെ കുറിപ്പുകളും ഡയഗ്രമുകളും അദ്ദേഹം സൂക്ഷ്മമായി പഠിച്ചു. ടെസ്ലയുടെ ടൈം ട്രാവൽ രഹസ്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയതായി ചില സൈദ്ധാന്തികരെ അനുമാനിക്കാൻ പ്രേരിപ്പിച്ചു. ടെസ്ലയുടെ പ്രവർത്തനവുമായി അടുത്ത ബന്ധമുള്ള പഠന മേഖലകളായ ഉയർന്ന വോൾട്ടേജ് ജനറേറ്ററുകളിലും റേഡിയേഷൻ തെറാപ്പിയിലും ജോൺ ജി ട്രംപിന്റെ ഗവേഷണം ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നതാണ് രസകരം. ഈ സമാന്തരം ചോദ്യം ഉയർത്തുന്നു: ടെസ്ലയുടെ രേഖകളിൽ ജോൺ ജി ട്രംപ് അസാധാരണമായ എന്തെങ്കിലും കണ്ടെത്തിയോ? ജോൺ ജി ട്രംപ് തന്റെ കണ്ടുപിടുത്തങ്ങൾ പിന്നീട് അമേരിക്കൻ പ്രസിഡന്റായ തന്റെ അനന്തരവൻ ഡൊണാൾഡ് ട്രംപുമായി പങ്കുവച്ചിരിക്കാമെന്ന് ഗൂഢാലോചന സിദ്ധാന്തക്കാർ അഭിപ്രായപ്പെടുന്നു. ട്രംപിന്റെ ബിസിനസ് വിജയങ്ങളും രാഷ്ട്രീയ സംഭവങ്ങൾ പ്രവചിക്കാനുള്ള അസാധാരണമായ കഴിവും ടെസ്ലയുടെ ടൈം ട്രാവൽ സാങ്കേതികവിദ്യയിൽ നിന്ന് ലഭിച്ചതാണെന്ന് അവർ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഏതെങ്കിലും നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നതിനു മുമ്പ് ഈ സിദ്ധാന്തങ്ങൾ വെറും ഊഹങ്ങൾ മാത്രമായി കണക്കാക്കുന്നതാണെന്ന് ഓർമ്മിക്കേണ്ടത് പ്രധാനമാണ്. ഇത് ആരെങ്കിലും ഊഹിച്ചതാണെങ്കിലും 2000 മാർച്ച് 19 പുറത്തിറങ്ങിയ ദി സിംപ്സൺസ് എന്ന കാർട്ടൂണിലെ സീസൺ 11-ലെ ബാർട്ട് ടു ദി ഫ്യൂച്ചർ എന്ന 17-ആം എപ്പിസോഡിൽ ട്രംപ് US പ്രസിഡന്റാകുമെന്ന് പ്രവചിച്ചത് എങ്ങനെ? അമേരിക്കൻ എഴുത്തുകാരനും അഭിഭാഷകനുമായ ഇംഗർസോൾ ലോക്വുഡ് 1889-ലും 1893-ലും എഴുതിയ 2 കുട്ടികളുടെ നോവലുകളാണ് ബാരൺ ട്രംപ് നോവലുകൾ. അതുമാത്രമല്ല, 1893-ൽ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അതിന്റെ തലക്കെട്ട് ബാരൺ ട്രംപ്സ് മാർവെലസ് അണ്ടർഗ്രൗണ്ട് ജേർണി എന്നാണ്. അത് ഇംഗർസോൾ ലോക്വുഡിന്റെ നോവലാണ്. ലോക്വുഡ് 1889-ൽ ട്രാവൽസ് ആൻഡ് അഡ്വെഞ്ചർസ് ഓഫ് ലിറ്റിൽ ബാരൺ ട്രംപ് ആൻഡ് ഹിസ് വണ്ടർഫുൾ ഡോഗ് ബെൽഗർ എന്ന ആദ്യ നോവൽ പ്രസിദ്ധീകരിച്ചു. അതിന്റെ തുടർച്ചയായ ബാരൺ ട്രംപ്സ് മാർവെലസ് അണ്ടർഗ്രൗണ്ട് ജേർണി 1893-ൽ പ്രസിദ്ധീകരിച്ചു. ബാരൺ ട്രംപ് എന്നറിയപ്പെടുന്ന ജർമ്മൻ ബാലൻ വിൽഹെം ഹെൻറിച്ച് സെബാസ്റ്റ്യൻ വോൺ ട്രൂംപിന്റെ സാഹസികതയാണ് നോവലുകൾ വിവരിക്കുന്നത്. അവൻ വിചിത്രമായ ഭൂഗർഭ നാഗരികതകൾ കണ്ടെത്തുകയും നാട്ടുകാരെ വ്രണപ്പെടുത്തുകയും പ്രാദേശിക സ്ത്രീകളുമായുള്ള തന്റെ കെണികളിൽ നിന്ന് ഓടിപ്പോകുകയും തിരികെ കേസിൽ ട്രംപ് എന്ന തന്റെ വീട്ടിലെത്തുന്നത് വരെ ഈ മാതൃക ആവർത്തിക്കുകയും ചെയ്യുന്നു. ബാരൺ ട്രംപ് മുൻകൂട്ടി വിശ്രമമില്ലാത്ത കുഴപ്പത്തിൽ അകപ്പെടാൻ സാധ്യതയുള്ളവനാണ്. അവൻ പലപ്പോഴും തന്റെ മസ്തിഷ്കത്തെ പരാമർശിക്കുന്നു. മാത്രമല്ല, താൻ കണ്ടുമുട്ടുന്ന മിക്ക ആളുകളെയും വ്യക്തിപരമായി അപമാനിക്കുകയും ചെയ്യുന്നു. ബാരൺ ട്രംപ് കാസിൽ ട്രംപ് എന്ന കെട്ടിടത്തിലാണ് താമസിക്കുന്നതെന്നും ഇതിൽ പറയുന്നു. യഥാർത്ഥ ജീവിതത്തിൽ ഡൊണാൾഡ് ട്രംപ് പതിറ്റാണ്ടുകളായി ട്രംപ് ടവറിലാണ് താമസിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ ഇളയ മകന്റെ പേര് ബാരൺ ട്രംപ് എന്നാണ്. നിങ്ങൾ എന്തെങ്കിലും യാദൃശ്ചികത കാണുന്നുണ്ടോ? 2017 ജൂലൈയിൽ ഇന്റർനെറ്റ് ഫോറം ഉപയോക്താക്കൾ പുസ്തകങ്ങൾ വീണ്ടും കണ്ടെത്തി. തുടർന്ന് മാധ്യമങ്ങളും നായകനും അന്നത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള സമാനതകൾ ചൂണ്ടിക്കാണിച്ചു.
എന്നിരുന്നാലും ജോൺ ജി ട്രംപും നിക്കോൾ ടെസ്ലയും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ബന്ധങ്ങൾ പലരുടെയും ഭാവനകൾക്ക് ഊർജം പകരുന്നു എന്നത് നിഷേധിക്കാനാവാത്തതാണ്. ഈ അവകാശവാദങ്ങൾ എന്തെങ്കിലും സത്യമാണെങ്കിലും അല്ലെങ്കിൽ കേവലം യാദൃശ്ചികമായി തുടരുകയാണെങ്കിലും ടൈം ട്രാവലിന്റെ ആകർഷകമായ ലോകം നമ്മുടെ ഭാവനയെ ആകർഷിക്കുക തന്നെ ചെയ്യും. ഒരുപക്ഷേ ഒരു ദിവസം ടെസ്ലയുടെ പ്രവർത്തനത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകൾ ഞങ്ങൾ കണ്ടെത്തുകയും ജോൺ ജി ട്രംപിന്റെ പങ്കാളിത്തത്തിന്റെ യഥാർത്ഥ വ്യാപ്തി മനസ്സിലാക്കുകയും ചെയ്യും. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ വെറും ഗൂഢാലോചന സിദ്ധാന്തം മാത്രമാണോ, അതോ ഇതിൽ വല്ല സത്യം ഉണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. ജോൺ ജി ട്രംപും നിക്കോള ടെസ്ലയും തമ്മിലുള്ള ദുരൂഹമായ ബന്ധത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ അന്വേഷണം ഇപ്പോൾ ഇവിടെ നിർത്തുന്നു. മറ്റൊരു രസകരവും നിഗൂഢമായ വിഷയത്തെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ കാണാം.